എല്ലാവരും IBPS POന്റെ പിന്നാലെ ആയിരിക്കും അല്ലേ? മാറിയ എക്സാം രീതികളാണ് ഈ വട്ടം നിങ്ങളെ കാത്തിരിക്കുന്നത്. അതേപോലെ തന്നെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിനിമം ടൈമിൽ നമുക്ക് ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഇപ്പോഴത്തെ അപ്ഡേറ്റഡ് മോഡൽ ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുക എന്നുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് അത് നോക്കാം. അതുകൂടാതെ IBPS PO എങ്ങനെയാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്ന എക്സാം പാറ്റേണിലുള്ള ചേഞ്ച് ഉണ്ട്, അതേപോലെ ഡിസ്ക്രിപ്റ്റീവിൽ ചേഞ്ചുകൾ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് നമ്മളുടെ ഈ എക്സാം IBPS PO 2025 നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ എക്സാം സ്ട്രക്ചർ ആണ്. മാറിയ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്ന് നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്തൊക്കെ കാര്യങ്ങളാണ് ചേഞ്ചസ്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം. സിലബസ് ഹൈലൈറ്റ്സ്, അതായത് എക്സാമിന് ചോദിക്കുന്ന കോർ ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യം മുൻകൂട്ടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. സിലബസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതാണ് നമ്മൾ സിലബസ് ഹൈലൈറ്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം വരുന്ന ആളാണ് സ്റ്റഡി പ്ലാൻ. എങ്ങനെ പഠിക്കണം, നിങ്ങൾ സിലബസ് എല്ലാം പഠിച്ചു കഴിഞ്ഞു, എത്ര സമയം പഠിക്കണം, എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജോലി കിട്ടും, എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ സ്ട്രോങ് ഏരിയ എന്താണ്, എവിടെ ഞാൻ ഫോക്കസ് ചെയ്ത് പഠിച്ചാലാണ് എനിക്ക് മാക്സിമം മാർക്ക് നേടാൻ പറ്റുക, ജോലിയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാൻ സാധിക്കും. നിങ്ങൾ വർക്കിംഗ് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണ് പഠിക്കാൻ സാധിക്കുക, നിങ്ങൾ 24 മണിക്കൂറും കോച്ചിങ്ങിന് അല്ലെങ്കിൽ പ്രിപ്പറേഷന് മാറ്റിവെച്ചിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ എത്ര സമയം പഠിക്കാൻ പറ്റും. നിങ്ങളൊരു പാരന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എത്ര സമയം പഠിക്കാൻ പറ്റും. ആ സമയം ബേസ് ചെയ്തിട്ട് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ബെസ്റ്റ് സ്റ്റഡി പ്ലാൻ ഫസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യണം. അതിനുശേഷം മാത്രം പഠിക്കുക. ഇന്നത്തെ സ്റ്റഡി പ്ലാനിൽ ഈ ദിവസം നിങ്ങൾ ഇത്ര സമയം പഠിക്കും, ഇത്ര കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിനിമം അതിലെ ഫുള്ള് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അതിൽ മിനിമം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഇല്ല. ഇത്ര ടോപ്പിക്ക് 5 ടോപ്പിക്ക് ഞാൻ കംപ്ലീറ്റ് ചെയ്യും, മിനിമം 3 എണ്ണമെങ്കിലും കംപ്ലീറ്റ് ചെയ്യാം, ഒരിക്കലും അത് പാടില്ല. ഫുൾ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സ്റ്റഡി പ്ലാൻ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്ക് പ്രധാനമായിട്ടും IBPS POക്ക് ഉള്ളത് പ്രിലിംസ്, മെയിൻസ്, അതിൽ തന്നെ ഡിസ്ക്രിപ്റ്റീവ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, ഇന്റർവ്യൂ ആണ്. പ്രിലിംസ് പാസ്സാവാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു മെയിൻസ് എഴുതാനോ മെയിൻസ് ക്രാക്ക് ചെയ്യാതെ ഇന്റർവ്യൂവിലേക്കൊന്നും എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ സെപ്പറേറ്റ് കൊണ്ടുപോകണം. പ്രിലിംസിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യം എന്താണ്, സ്പീഡ് ആൻഡ് ആക്യുറസി ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്യണം. വീക്കായിട്ടുള്ള ഏരിയകൾ ഫോക്കസ് ചെയ്ത് ഡെയിലി ക്വിസുകൾ ചെയ്ത് ആ വീക്കായിട്ടുള്ള കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. മിനിമം ടൈമിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തെത്താൻ നിങ്ങൾക്ക് സാധിക്കണം. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കുന്നത് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിച്ച് ശീലിച്ചാൽ മാത്രമാണ് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് മിനിമം ടൈമിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രിലിംസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ് പ്രിലിംസ് സ്ട്രാറ്റജി. മോക്ക് ടെസ്റ്റ് സ്ട്രാറ്റജി ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു മോക്ക് ടെസ്റ്റുകൾ ചെയ്യണമെന്ന്. എങ്ങനെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യണം, മിനിമം ഇനിയുള്ള ടൈം നിങ്ങൾക്ക് സമയം ലഭിക്കുകയാണെങ്കിൽ ഒരു ദിവസം ഒരെണ്ണമെങ്കിലും നിങ്ങളോട് ചെയ്യാൻ ഞാൻ പറയും. അതല്ല നിങ്ങൾക്ക് വർക്കിംഗ് ആണ്, പഠിക്കണം, കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ വീക്കിലി മിനിമം ഒരു 4 മോക്ക് ടെസ്റ്റെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം പ്രിലിംസിൻ്റെ. ഒപ്പം തന്നെ നിങ്ങൾ മെയിൻസിൻ്റെ മോക്ക് ടെസ്റ്റുകളും ചെയ്തു പോകണം. ഓക്കെ, മോക്ക് ടെസ്റ്റുകൾ വെറുതെ ചെയ്താൽ മാത്രം പോരാ. ആ മോക്ക് ടെസ്റ്റുകളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, നിങ്ങളെക്കാൾ കൂടുതൽ എത്ര ആൾക്കാർ മുന്നിലുണ്ട്, നമ്മളുടെ ആവറേജ് ടൈം എത്രയാണ്, ഒരു ക്വസ്റ്റ്യന് ഞാൻ സ്പെൻഡ് ചെയ്ത ടൈം എത്രയാണ്, ഞാൻ വീക്കായിട്ടുള്ള ടോപ്പിക് ഏതാണ്. നിങ്ങൾ അടുപ്പിച്ച് ഒരു 3 മോക്ക് ടെസ്റ്റ് ചെയ്തു, 3 മോക്ക് ടെസ്റ്റുകളിലും നിങ്ങൾക്ക് ഇംഗ്ലീഷിന് മാർക്ക് കുറവാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നിങ്ങൾ ഇംഗ്ലീഷിൽ മോശമാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങൾ മോശമാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ പിന്നിലാണ്. അതല്ല, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ സ്ഥിരമായിട്ട് നിങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസിനാണ് പിന്നിൽ പോകുന്നതെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻഡിവിജ്വൽ ക്വിസുകൾ കാര്യങ്ങളെല്ലാം ചെയ്ത് അതെന്ത് ചെയ്യണം, മുന്നോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അതാണ് നമ്മളുടെ മോക്ക് ടെസ്റ്റ് സ്ട്രാറ്റജി.
മെയിൻസ് പ്രിപ്പറേഷൻ പ്രിലിംസ് നിങ്ങൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. മെയിൻസിലേക്ക് വരുമ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേണിലെല്ലാം നല്ല ഡിഫറൻസ് ഉണ്ട്. അവിടുത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം ഡിഫിക്കൽട്ടാണ്. അതിനു വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഞാൻ നിങ്ങളോട് പറഞ്ഞു വീക്കിലി നിങ്ങൾ 1-2 മെയിൻസിൻ്റെ മോക്ക് ടെസ്റ്റുകളും ചെയ്താൽ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരും. ശ്രദ്ധിക്കേണ്ട കാര്യം, മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഉള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ മാത്രം ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക. അതല്ലാതെ ഔട്ട്ഡേറ്റഡ് ആയിട്ട് 10 വർഷം മുന്നത്തെ ക്വസ്റ്റ്യൻസ് യൂസ് ചെയ്ത് നിങ്ങൾ 100-ൽ 100 മേടിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നല്ല ക്വാളിറ്റി മോക്കുകൾ ചെയ്യണം. മെയിൻസിൻ്റെ പ്രിപ്പറേഷനിലേക്ക് വരികയാണെങ്കിൽ മെയിൻസിൽ എന്തൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജി എയിലെല്ലാം പാറ്റേണിൽ ചേഞ്ചുകൾ സംഭവിച്ചിട്ടുണ്ട്. RBI സർക്കുലേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം 6 മാസത്തെ GA എന്ന് പറഞ്ഞാലും ലാസ്റ്റത്തെ ഒരു 4 മാസം പഠിച്ചാൽ നമുക്ക് അത്യാവശ്യം മാർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ SBI POയിലൊക്കെ എന്താണ് ഉള്ളിലേക്ക് ചോദിക്കുന്നുണ്ട്, 8 മാസത്തെ ലാസ്റ്റ് 8 മന്തിലേക്ക് GA ചോദിക്കുന്നുണ്ട്. അപ്പം നിർബന്ധമായിട്ടും ഒരു കൊല്ലത്തെ GA നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഇപ്പോഴുണ്ട്. ഡെയിലി തന്നെ GA പഠിച്ചു പോകണം. അല്ലാതെ എക്സാമിന്റെ തലേ ദിവസം ഇരുന്ന് എല്ലാ GAയും കൂടിയും ഒരുമിച്ച് പഠിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്കത് സാധിക്കില്ല. അതുകൊണ്ട് ഡെയിലി തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? GA പഠിച്ചു പോകണം. മെയിൻസിന്റെ പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ജനറൽ അവയർനെസ് പഠിക്കുക എന്നുള്ളത്. ഡെയിലി പഠിച്ച് അത് നല്ല രീതിയിൽ റിവൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അതേപോലെ തന്നെ മെയിൻസിന്റെ മോക്കുകൾ ചെയ്യുക. ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പസിൽസ്, അതേപോലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? ഡെയിലി പ്രാക്ടീസ് ചെയ്യാൻ കിട്ടുന്ന സമയത്തിലെല്ലാം എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം. ഒരിക്കലും റിസൾട്ട് വന്നിട്ട് ഞാൻ പ്രിലിംസ് കയറിയാലല്ലേ എനിക്ക് മെയിൻസ് എഴുതാൻ പറ്റുകയുള്ളൂ എന്നുള്ള ധാരണ വെച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതിരിക്കരുത്. പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും ഇടയിൽ മാക്സിമം പോയാൽ 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയെ നമുക്ക് എന്ത് ലഭിക്കുകയുള്ളൂ? സമയം ലഭിക്കുകയുള്ളൂ. അപ്പം നല്ല രീതിയിൽ തന്നെ മെയിൻസിൻ്റെ പ്രിപ്പറേഷനും നിങ്ങൾ എന്ത് ചെയ്യണം? മുന്നോട്ട് കൊണ്ടുപോകണം. മെയിൻസിൻ്റെ പ്രിപ്പറേഷനിൽ POയിൽ ഇപ്പോൾ ഓൾറെഡി ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ കൂടിയുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിനായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ പഠിക്കണം. നമുക്ക് നല്ല രീതിയിലുള്ള ഒരു കറണ്ട് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൽ ചോദിക്കുക എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡെയിലി ഹിന്ദു പേപ്പർ എഡിറ്റോറിയലൊക്കെ വായിക്കുക. നമ്മൾ GA പഠിക്കുന്നത് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് കൂടി നമുക്ക് എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ദെൻ റിവിഷൻ പ്ലാൻ. വെറുതെ പഠിച്ചു പോയാൽ മാത്രം പോരാ മക്കളെ. പഠിച്ച കാര്യങ്ങൾ ഓർക്കണമെങ്കിൽ നമ്മൾ റിവൈസ് ചെയ്യുക തന്നെ വേണം. റിവൈഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾക്ക് സിലബസുകൾ എല്ലാം ആയിക്കോട്ടെ, എല്ലാ കുട്ടികളും പറയുന്ന കാര്യം, ആദ്യം പഠിച്ച കാര്യം പിന്നെ മറക്കും. മനുഷ്യനായാൽ മറക്കും. നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും റിവിഷൻ നടത്തണം. സമയം കിട്ടുമ്പോഴൊക്കെ റിവിഷൻ നടത്തണം. സ്റ്റഡി പ്ലാനിൽ അതിനുള്ള ടൈം കൂടി നിങ്ങൾ മാറ്റി വെക്കണം. റിവിഷന് ഇത്ര സമയം. പ്രിലിംസിനായാലും റിവിഷൻ വേണം, മെയിൻസിനായാലും റിവിഷൻ വേണം, ജനറൽ അവയർനെസ്സിനായാലും റിവിഷൻ വേണം. റിവിഷൻ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക? മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ വീക്കായിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആ വീക്കായിട്ടുള്ള പോയിന്റുകൾ എടുക്കുക, അതിലൊരു 10 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, അതിലെ കൺസെപ്റ്റ് കാണുക, അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കാണുക. ക്ലിയർ ആണോ പറഞ്ഞത്? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വീണ് പോയ ടോപ്പിക്കുകൾ നമുക്ക് ഇംപ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേ രീതിയിൽ നിങ്ങൾ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഇങ്ങനെ പഠിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? സക്സസ്ഫുൾ ആവാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സന്തോഷ വാർത്ത കൂടി നിങ്ങൾക്ക് പറയാൻ പോകുന്നു. അസ്ത്ര ഫോർ ബാങ്ക് എക്സാംസ് എൻട്രിയുടെ ആപ്പിൽ നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അസ്ത്ര ഫോർ ബാങ്ക് എക്സാംസ്. എക്സാം പാറ്റേണുകൾ മാറി, എക്സാം രീതികൾ മാറി, ചോദിക്കുന്ന ക്വസ്റ്റ്യനുകൾ മാറി. അപ്പോൾ ഈ അസ്ത്ര ഫോർ ബാങ്ക് എക്സാംസിൽ എല്ലാം അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ഈ കോഴ്സിനെ കുറിച്ച് അറിയാനും അതിൽ ജോയിൻ ചെയ്യേണ്ട ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട് സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ ഉണ്ടല്ലോ, 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മളുടെ സ്ട്രാറ്റജി ആയിട്ട് വരുന്നത്. ഒരു സിംപ്ലിഫിക്കേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചെയ്യാം. പക്ഷേ നമുക്ക് മിനിമം ടൈമിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തെടുക്കാമെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിച്ചു തരാം. ഡയറക്ഷൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഷുഡ് കം പ്ലേസ് ഇൻ ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ അപ്രോക്സിമേറ്റ് വാല്യൂ. ഞാൻ ആൻസർ മാർക്ക് ചെയ്തു 81. ഞാനാണെങ്കിൽ ഇവിടെ ആൻസർ അവസാനിപ്പിച്ചു 81. എൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് 81. എങ്ങനെ ഞാൻ 81 ചെയ്തു? ശ്രദ്ധിക്കുക, നിങ്ങൾ സാധാരണ നോക്കി എഴുതി എടുത്ത് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് ടൈം കളയരുത്. അപ്രോക്സിമേഷൻ ആണ്. 6561 ഞാനിവിടെ എഴുതി. ഹോൾ ഡിവൈഡഡ് ബൈ ആണ്. 8 × 3 ഒന്നും ദൈവത്തെ ഓർത്ത് മൾട്ടിപ്ലൈ ചെയ്യരുത്.
നമുക്ക് എത്രയാണ് ഇവിടെ വരിക? 8.98 9 ആണ്, 3 ആണ്. ഡിവൈഡഡ് ബൈ ഇൻറ്റു തന്നെയാവും, ഇവിടെയും 3 ആണ്. അതായത് അടിയിൽ കിടക്കുന്നത് എത്രയാണ്? സോറി, ജസ്റ്റ് ഒന്ന് മാറ്റുന്നുണ്ട് അങ്ങനെ എഴുതിയത്. 6561 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 3 ഇൻറ്റു 3. എങ്ങനെയാണ് ഞാൻ ഒറ്റയടിക്ക് 81 എന്ന് എഴുതിയത്? എങ്ങനെയാണ്? ശ്രദ്ധിക്കാം. അടിയിൽ കിടക്കുന്നത് 81 ഇതിന്റെ അടിയിൽ കിടക്കുന്നത് 81 മുകളിൽ കിടക്കുന്നത് എത്രയാ? 6561 6561. 80ന്റെ സ്ക്വയർ എത്രയാ? 80 ഇൻറ്റു 80. ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവേണ്ട കാര്യമാണ്. 80യുടെ സ്ക്വയർ 6400 ആണ്. 6400 ആണ് മക്കളെ. 81 നിങ്ങൾ ആലോചിക്കാം. 80 ഇൻറ്റു 80 6400. ഇവിടെ എനിക്ക് അതിനേക്കാൾ വലിയ വാല്യൂ അല്ലേ വേണ്ടേ? 27 എന്തായാലും വരുമോ? വരില്ല. അതേപോലെ തന്നെ ഇവിടെ 54 ഇൻറ്റു 81 ചെയ്താൽ ലാസ്റ്റ് എനിക്ക് 1 കിട്ടുമോ? ഇല്ല. ഇതും വരില്ല, ഇതും വരില്ല. അങ്ങനെയാണ് ഞാൻ ഒറ്റയടിക്ക് 81 മാർക്ക് ചെയ്തത്. ഞാൻ എത്ര സമയം എടുത്തു? വിത്തൗട്ട് പെൻ ആൻഡ് പേപ്പർ അല്ലേ ഞാൻ ആൻസർ ചെയ്തത്. നിങ്ങളായാലും ചെയ്ത് നോക്കുക. ഈ അടിയിൽ 81 ജസ്റ്റ് നിങ്ങൾ 81ന്റെ സ്ക്വയർ 2 ഡിജിറ്റിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്ന രീതിയിൽ മൈൻഡിൽ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. 1 ഇവിടെ എത്രയാ? 16 റിമൈൻഡർ 1 65 കറക്റ്റ് ആണ്. ഇതെല്ലാം ഞാൻ മനസ്സിലാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ആ രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് എത്ര സമയം വേണം? വളരെ നിസ്സാരം സമയം. ബാക്കി സമയമെല്ലാം നമുക്ക് മറ്റുള്ള ക്വസ്റ്റ്യൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ ആണല്ലോ? അതല്ലാതെ പേപ്പർ നോക്കി ക്വസ്റ്റ്യൻ നോക്കി അതേപോലെ പകർത്തി എഴുതി, ഈ ക്വസ്റ്റ്യൻ പകർത്തി എഴുതും ചിലവർ, അതിനടിയിൽ സ്റ്റെപ്പായിട്ട് എഴുതും. ഒരിക്കലും ചെയ്യരുത്. ജസ്റ്റ് നോക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മൈൻഡ് കാൽക്കുലേഷൻ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. പ്രധാനമായിട്ടും നൺ ഓഫ് ദീസ് ഇല്ലെങ്കിൽ, ഇവിടെ നൺ ഓഫ് ദീസ് ഇല്ല, അതാണ് ഹൈലൈറ്റ്. മാക്സിമം അപ്രോക്സിമേഷൻ ക്വസ്റ്റ്യൻസിന് എന്തുണ്ടാവാറില്ല? നൺ ഓഫ് ദീസ് ഉണ്ടാവാറില്ല. നൺ ഓഫ് ദീസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക, അത്രയല്ലേ ഉള്ളൂ. ഇത് വർക്കൗട്ട് ചെയ്യാൻ എന്തോരം പാടുണ്ട്. അതല്ലാതെ ഇത് കട്ട് ചെയ്യാനൊന്നും പോവരുത്. ചിലവർ എന്ത് ചെയ്യും? 9 കട്ട് ചെയ്തു. എത്ര വട്ടം? 7. ഓക്കെ. റിമൈൻഡർ 2. വീണ്ടും എത്ര? 2. പിന്നെ എത്രയാ? ഇവിടെ 9. വീണ്ടും ഇവിടെ എത്രയാണ്? 9. ഇവിടെ എത്ര വട്ടം? 81 വട്ടം. അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്നവരുണ്ട്. പക്ഷെ അതെല്ലാം ഒരുപാട് ടൈം കൺസ്യൂമിങ് അല്ലേ? നമുക്ക് കുറച്ചൊക്കെ കോമൺ സെൻസും മൈൻഡ് കാൽക്കുലേഷൻസും നമ്മൾ സിംപ്ലിഫിക്കേഷനിൽ യൂസ് ചെയ്യണം. ആ രീതിയിൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസർ കിട്ടണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ അല്ലേ? ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റിയിൽ ഒരു ക്വസ്റ്റ്യനാ. എങ്ങനെ ചെയ്യാം? പെട്ടെന്നാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇൻഇക്വാലിറ്റിയിൽ എക്സ് സ്ക്വയറിൻ്റെയും ഇതിൻ്റെ ഒപ്പം കോഎഫിഷ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് മെത്തേഡുകൾ പലതുണ്ട്. ഞാനൊരു എളുപ്പമുള്ള മെത്തേഡ് പറയാം. നമുക്ക് ഉള്ള മെത്തേഡ് അനുസരിച്ച് ഇവിടെ ഞാൻ എന്ത് ചെയ്തു? സെൻറ്ററിൽ ചിഹ്നം -b ആണ്. 26 ഇട്ടു. ഇവിടെ ഈ 16 ഇട്ടു. ഇവിടെ എത്ര ഇട്ടു? 9 ഇട്ടു. 16ൻ്റെ മൾട്ടിപ്പിൾ 8 ഇൻറ്റു 2 ആണ്. 8 ഇൻറ്റു 2 16 കിട്ടണം. 8 ഇൻറ്റു 2 16 കിട്ടണം. അങ്ങനെയാണെങ്കിൽ 9ന് ഞാൻ ഏത് ഇട്ട് കൊടുക്കണം? 9ന് ഏത് ഇട്ട് കൊടുക്കണം? നമുക്ക് നിങ്ങൾ ആലോചിച്ചേ. ഇവിടെ ഞാൻ 3 ഇട്ട് കൊടുത്തു. ഇവിടെ 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നേരെ തിരിച്ചാലോചിച്ച് നോക്കിയാൽ ഇത് ക്രോസ് ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടണം. 24 + 6 അല്ല, കിട്ടുന്നില്ല. അപ്പം അത് പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 9 ഇട്ടു, ഇവിടെ 1 ഇട്ടു. ക്രോസ് ചെയ്തേ. 18 + 8 26 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ആൻസർ 8/9 ആണ്. ഇവിടുത്തെ ആൻസർ 2/1 2 ആണ്. അടുത്ത ആൾ എത്രയാ? എക്സിൻ്റെ വാല്യൂസ് കിട്ടി. വൈയുടെ വാല്യൂസിലേക്ക് പോവുകയാണെങ്കിൽ +16. ഇവിടെ ഞാൻ 20 ഇട്ടു. ഇവിടെ ഞാൻ എത്ര ഇട്ടു? 20 ഇട്ടു. +16 ആണ്. 20 ഇട്ടു. അവിടെ എത്ര വരും? നമുക്ക് 3 വരും. 3 ആണെങ്കിൽ സുഖമാണ്. 3ഉം 1 ഉള്ളൂ. ഒറ്റയടിക്ക് 10ഉം 2 ഇട്ടാൽ ഇവിടെ എത്ര കിട്ടി? 10/3 2ഉം 10/3 2ഉം. ക്ലിയർ അല്ലേ? ഒറ്റ കാര്യം ആലോചിക്കുക. 10/3 എന്ന് പറഞ്ഞാൽ 3.3 സംതിങ് ആ. ഇനി വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എഴുതാണ് നമ്മൾ ചെയ്യേണ്ടത്. വേഗം തന്നെ ചെയ്യുക. അത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോഴാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഡിലേ ആവുന്നത്. വേഗം തന്നെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരാം? ഇവിടെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാ? 8/9 ഒന്നിൽ താഴെ. ഇവിടെ 2, അടുത്ത് 2 3.33. ഇത് എക്സ് ആണ്. ഇത് രണ്ടും എക്സ് ആണ്. ഈ ലാസ്റ്റത്തെ രണ്ടും വൈ ആണ്.
അപ്പോൾ നമ്മുടെ ആൻസർ എന്താ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, ഓപ്ഷൻ ഡി ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, ഓപ്ഷൻ ഡി ആണ്. ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ടത് നമ്മളുടെ കാൽക്കുലേഷൻ സ്പീഡാണ്. ഇതിപ്പോൾ പെട്ടെന്ന് എഴുതിയെടുക്കുക, 16 ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആൻസർ വരുന്നു നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ എന്തുകൊണ്ടാണ് ഒരു വലിയ വാല്യൂ വന്നിരിക്കുന്നത്, ഇവിടെ 9ഉം 3ഉം എടുത്തത് അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നമുക്ക് നമുക്ക് അതിൻ്റെ ഫാക്ടറികളൊക്കെ ആയിട്ട് എഴുതി വേഗം ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ കോഎഫിഷ്യൻ്റ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ കൂടുതലും ചോദിച്ച് കാണുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ ഷോപ്പ് കീപ്പർ മെയ്ഡ് എ ലോസ്. എപ്പോഴും എൻ്റെ CP എന്ന് പറയുന്നത് ഞാൻ 100% സെറ്റ് ചെയ്ത് വെച്ചിരിക്കാം. CP ഓക്കെ, എൻ്റെ CP എത്രയാണ്? 100% ആണ് കേട്ടോ. ഞാൻ പെർസെൻറ്റേജ് മാത്രമേ ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ആൻഡ് ഓൺ സെല്ലിങ് ആൻ ആർട്ടിക്കിൾ 100% ഉള്ളത് നഷ്ടത്തിന് വിറ്റു 15%. അപ്പോൾ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എത്രയാ? 85%. ഹാഡ് ഹി സോൾഡ് ദ ആർട്ടിക്കിൾ ഫോർ ₹3,000 മോർ ഹി വുഡ് ഹാവ് മെയ്ഡ് എ പ്രോഫിറ്റ് ഓഫ് 105. വിൽക്കുകയാണെങ്കിൽ 3000 രൂപ ലാഭം കിട്ടി. 85%വും 105% തമ്മിലുള്ള പെർസെൻറ്റേജിലുള്ള വ്യത്യാസം എത്രയാ? 20%. അതാണ് 3000. കോസ്റ്റ് പ്രൈസ് എത്രയാ? 100%. 20 × 5 ആണ് 100. 3000 × 5 15000. അപ്പോൾ നമുക്ക് CP കിട്ടിക്കഴിഞ്ഞു 15000. CP കിട്ടിക്കഴിഞ്ഞു 15000. വളരെ സിമ്പിൾ. അതിന് പേനയും പേപ്പറൊക്കെ ആവശ്യമുണ്ടോ? എനിക്ക് ആവശ്യമില്ല, നിങ്ങൾക്കും ആവശ്യം ഉണ്ടാവാൻ പാടില്ല. 20% 3000 എങ്കിൽ 100% എത്രയാ? 100% എത്രയാ? 15000. 3 × 5 15, 15000. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ അറ്റ് 20% എബവ് ദ കോസ്റ്റ് പ്രൈസ്. ശരിക്കും MRP എത്രയാണ്? MRP 20% കൂടുതലാണ്, 120%. Then find the discount on given the article. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് ഒന്നല്ല ചോദിച്ചിരിക്കുന്നത്, ഡിസ്കൗണ്ട് എത്ര രൂപയാണെന്നാ. നോക്കിയേ, 120 ഉണ്ടായത് വിറ്റത് എത്രയാ? 85. 120 ഉണ്ടായത് 85 വിറ്റേ. ഡിസ്കൗണ്ട് എത്രയാ? 35. ഡിസ്കൗണ്ടിൽ എന്താണ്? പ്രൈസുകളുടെ വ്യത്യാസം പെർസെൻറ്റേജിൽ എത്രയാ? 35%. എത്രേൻ്റെ? ഈ 15,000ൻ്റെ എത്രയാണ്? 35% നമ്മുടെ ആൻസർ. എത്ര വരും? 35 × 15. 0 അവിടെ ഇട്ടു. 15 ടേബിൾ അറിയണം. 15ന്റെ ടേബിൾ 15 × 5 75, റിമൈൻഡർ 7, 45 52. ഓപ്ഷൻ ബി 5250. 5250. വളരെ സിമ്പിൾ ആയിട്ട് മിനിമം ടൈമിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ കഥകളൊക്കെ എഴുതിയത്. അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ തന്നെ 85ഉം 105ഉം 20, 3000, 15000 അവിടെ നിൽക്കട്ടെ. 120, 35 ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ ഒരു സ്റ്റെപ്പ് മാത്രം. 15,000 × 35/100. അതിൻ്റെയും സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. അപ്പൊ തന്നെ നമ്മൾ എഴുതി എത്രയാണ്? 15. 150 × 35 ആണ് നമ്മുടെ ആൻസർ. ഇത് മാത്രം നിങ്ങൾ എന്തിൽ എഴുതിയാൽ മതി? ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ പേപ്പറിൽ എഴുതിയാൽ മതി. ക്ലിയർ അല്ലേ? ആ രീതിയിലായിരിക്കണം നിങ്ങളുടെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആ രീതിയിലായിരിക്കണം മക്കളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതല്ലാതെ നിങ്ങൾക്കൊരു വിഷമം ഉണ്ടായിരിക്കും, എന്തുകൊണ്ടാണ് ഞാൻ ക്വാളിഫൈ ചെയ്യാത്തത്? നിങ്ങൾ ക്വാളിഫൈ ചെയ്യാത്തത് നിങ്ങൾ കൺവെൻഷൻ രീതികളൊക്കെ ഉപയോഗിച്ച് ഒരുപാട് സമയം എടുത്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാത്തത്. ബാങ്കിന് ആവശ്യമുള്ള ആൾക്കാരെ അവർക്ക് കിട്ടുന്നില്ലേ? ക്ലിയർ അല്ലേ? ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ആളാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. ഒറ്റ ക്വസ്റ്റ്യൻ മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ആദ്യം ആ ഡാറ്റാസ് എന്തൊക്കെയാണെന്നൊന്ന് വായിച്ചു നോക്കിയേ നിങ്ങൾ. The pie chart given below shows the number of science and commerce students in 5 different year 2012 to 16. അപ്പോൾ ഇവിടെ നോട്ട് ഉണ്ട്. ടോട്ടൽ സ്റ്റുഡൻസ് കൊമേഴ്സും സയൻസും ചേർന്നതാണ് ഇവിടെ വരുന്നത് 2400. അപ്പം തന്നെ നിങ്ങൾ എഴുതണം 100% 2400 ആണെങ്കിൽ 1% എത്രയാണ്? 24. മൈൻഡിൽ ഉണ്ടായാൽ മതി. ഇനി 2012 ചോദിച്ചാൽ 20 × 24, 2013 ചോദിച്ചാൽ 10 × 24, 2014 ചോദിച്ചാൽ 32 × 24, 2015 3A, 2016 എത്രയാണ്? A ആണ്. അപ്പോൾ ഇതെല്ലാം കൂട്ടി നോക്കിയേ, 30ഉം 68, 100 ബാക്കി എത്രയാണല്ലേ? 4A എന്ന് പറഞ്ഞാൽ എത്രയാ? 32. സോ A എത്രയാ? 8. അപ്പോൾ A എത്രയാണ്? 8. ഇവിടെ എത്രയാ? 30 എത്ര വരും? 24. A എത്രയാണ്? 8. അപ്പോൾ ഇവിടെ എത്ര വരും? 24. എല്ലാം ആയില്ലേ? ആവശ്യമുള്ളത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. എയുടെ വാല്യൂ കിട്ടി. ചിലപ്പോൾ എയുടെ വാല്യൂ ചോദിക്കാം. ഞാൻ ഇതെല്ലാം കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? വെയിറ്റ് ചെയ്യ്, നമുക്ക് ആവശ്യമുള്ളത് കണ്ടുപിടിച്ചാൽ മതി. നമുക്കിത് എന്ത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. ഇനി ഇപ്പുറത്തേക്ക് വരാണെങ്കിൽ
കൊമേഴ്സ് സ്റ്റുഡൻസ് ഇൻ 2013, കൊമേഴ്സ് സ്റ്റുഡൻസ് ഇൻ 2013 എത്രയാ? 14%. കൊമേഴ്സ് സ്റ്റുഡൻസ് ഇൻ 2013 ഈസ് ലെസ് ദാൻ 2015. 2015 എത്രയാ? 15. 2015 എത്ര കുറവാണ്? 8 കുറവാ. പെർസെൻറ്റേജിലെ ഡിഫറൻസ് 1% അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ 1% ഇവിടെ 8. ആ 1% ഇവിടെ 8. ക്ലിയർ ആണല്ലോ? ആ 1% ഇവിടെ 8 എങ്കിൽ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കുക. ആ 1% ഇവിടെ 8 എങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? 800, 100%. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എല്ലായിടത്തുനിന്നും എന്ത് കിട്ടും? കൊമേഴ്സ് സ്റ്റുഡൻസിനെ കിട്ടും. ഇവിടെ നിന്ന് എല്ലായിടത്തുനിന്നും നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ സ്റ്റുഡൻസിനെ കിട്ടും. ഈച്ച് ഇയറിൽ മൈനസ് ചെയ്താൽ നമുക്ക് സയൻസ് സ്റ്റുഡൻറ്റിനെയും കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാം കൂടി ഒരുമിച്ച് ആദ്യം തന്നെ കണ്ടുപിടിക്കും. ടോട്ടൽ സ്റ്റുഡൻസ് കണ്ടുപിടിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, 20 × 24 480 240 എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കണ്ടുപിടിക്കാം, ഒരു പ്രശ്നവുമില്ല. പക്ഷെ ആവശ്യമുള്ളത് കണ്ടുപിടിച്ചാൽ മതി. 5 ക്വസ്റ്റ്യൻ അല്ലേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഇത്ര ഡാറ്റ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് സയൻസ് സ്റ്റുഡൻസ്, കൊമേഴ്സ് സ്റ്റുഡൻസ് അപ്പുറത്തുനിന്ന് കിട്ടും. ടോട്ടൽ ഇവിടെ ഉണ്ട്. ഇവിടെ എത്ര വരും? 1600 മൈനസ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ എന്ത് ചെയ്താൽ മതി? കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അതല്ലാതെ ഈ ടേബിൾ ആദ്യം ആരും കണ്ടുപിടിച്ച് എഴുതി വെക്കരുത്. ഓക്കെ, ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ ഉണ്ടാവുള്ളൂ നമുക്ക്. ക്വസ്റ്റ്യൻ എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൊമേഴ്സ് സ്റ്റുഡൻസ് ഇൻ 2016 ആൻഡ് സയൻസ് സ്റ്റുഡൻസ് ഇൻ 2012. വാട്ട് പെർസെൻറ്റേജ് ടോട്ടൽ സ്റ്റുഡൻസ് ഇൻ 2013? 2013 ടോട്ടൽ സ്റ്റുഡൻസ് എത്രയാണ്? 2013 ടോട്ടൽ സ്റ്റുഡൻസ് 240 അല്ലേ? 2013 ടോട്ടൽ സ്റ്റുഡൻസ് 240. അപ്പോൾ എനിക്ക് അടിയിൽ വരുന്ന ആളറിയാം, ഞാൻ 240 എഴുതി. അതിൻ്റെ പെർസെൻറ്റേജ് ഡിഫറൻസ് ആണ് × 100. ഓക്കെ, ഇനി എന്താണ്? ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൊമേഴ്സ് സ്റ്റുഡൻസ് ഇൻ 2016. കൊമേഴ്സ് സ്റ്റുഡൻസ് ഇൻ 2016 2016 എത്രയാണ്? കൊമേഴ്സ് സ്റ്റുഡൻസ് 25%. 25 × 8 എത്രയാണ്? 2016 നമുക്ക് കൊമേഴ്സ് സ്റ്റുഡൻസ് 2016 ചോദിച്ചിരിക്കുന്നത് നമ്മുടെ അടുത്ത്? 2016 16% കേട്ടോ. 2016 ആ കളറിൻ്റെ ജസ്റ്റ് ഒരു വേരിയേഷൻ ആണ്. 2016 എത്രയാ? 16 × 8 ആണ് വരിക. 2016 അപ്പോൾ എത്ര വരും? 128. അപ്പോൾ നമുക്ക് 128 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 128. പിന്നെ എന്താണ്? സയൻസ് സ്റ്റുഡൻസ് ഇൻ 2012. സയൻസ് സ്റ്റുഡൻസ് ഇൻ 2012 ഇവർ 200 പേരാ. 25 × 8 200. 2012 ടോട്ടൽ വരുന്ന എത്രയാ? 480 ആണ്. 480 നമുക്ക് കിട്ടിയിട്ടുണ്ട്, 20%. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? 480 നിന്നും 200 കുറച്ച്, 200 അല്ലല്ലോ, എത്രയാണ് വരിക? 200 കുറച്ചു. അപ്പം എത്രയാണ്? 280. എത്രയാണ് വരിക? 280. അതിൻ്റെ ഡിഫറൻസ് ആണ് ഇവിടെ വേണ്ടത്. ക്ലിയർ അല്ലേ? അതിൻ്റെ ഡിഫറൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ വേണ്ടത്. ഇത് ആദ്യമേ നിങ്ങൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു ക്വസ്റ്റിനേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ഇത്ര കഥ ചെയ്യേണ്ട കാര്യമുണ്ടോ? ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യം മാത്രം എന്ത് ചെയ്താൽ മതി? ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് 280 നിന്നും 128 കുറച്ച് കൊടുക്കുക. ഇപ്പം എത്രയാണ്? 2, ഇവിടെ 5, 1 അല്ലേ? കറക്റ്റാണ്. 152 152 ആണ് വരിക. 152. ഇവിടെ സീറോസ് ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി 24 മുകളിലുള്ളത്. 24 കൊണ്ട് തന്നെ ഞാൻ കട്ട് ചെയ്യാൻ പോവാം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. 24 ഇവിടെ 6 വട്ടം. 24 × 6 എത്രയാ? 144. 26 × 6 എത്രയാ? 144. 20 × 6 120. 4 × 6 24. അങ്ങനെയാണെങ്കിൽ റിമൈൻഡർ എത്ര വരും? 8. 80 എത്ര വട്ടം പോവും? 72. 80 എത്ര വട്ടം പോവും? നമുക്ക് ഓൾറെഡി 152 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ 6.3. ഓപ്ഷൻസ് നോക്കിയേ. ഇവിടെ 6.3 × 10 63 വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം ഓപ്ഷൻ ബി. നൺ ഓഫ് ദീസ് ഒന്നുമില്ല. വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 72 വട്ടാണ് പോവുക. 80 വരും. വീണ്ടും എത്ര വരും? 6.33. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ എത്രയാ? 63.33% എന്ന ആൻസർ കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിലെല്ലാത്തിനും നമുക്ക് വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. ഇവിടെ 3 സ്ലൈഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ആദ്യത്തെ സ്ലൈഡിലേക്ക് പോയി. കാരണം നിങ്ങൾക്ക് അത് കാണാനുള്ള എളുപ്പത്തിന്. നമുക്ക് പക്ഷെ നിങ്ങളുടെ പേപ്പറിലേക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ചെയ്യാം.
ഞാൻ പറഞ്ഞ കൺസെപ്റ്റിൽ പെട്ടെന്ന് ചെയ്യാം. ഏറ്റവും കൂടുതൽ ഈ പൈ ചാർട്ടിലെ കാര്യങ്ങൾ ഒരു പെർസെൻറ്റേജിലേക്ക് മാറ്റുക. ഒരു പെർസെൻറ്റേജിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലാതെ ആദ്യമേ തന്നെ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യാതിരിക്കുക, ഇങ്ങനെ ടേബിളൊക്കെ വരച്ച എല്ലാ കാര്യം ഇത് എഴുതണമെങ്കിൽ തന്നെ എത്ര സമയം നിങ്ങളുടെ പോവും. അതൊരിക്കലും ചെയ്യരുത്. ഓക്കെ അല്ലേ? അടുത്തൊരു ഫൈനലായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ആവറേജിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ വെയിറ്റ് ഓഫ് എക്സ് സ്റ്റുഡൻസ് ഈ 62 കിലോഗ്രാം. അപ്പം തന്നെ അവരുടെ വെയിറ്റ് ഞാൻ എഴുതി 62 എക്സ് ആയിരിക്കും. നമുക്ക് അറിയില്ല, എക്സ് ആണ്. എണ്ണ അറിയില്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇഫ് 2 persons whose weight are 82.5 and 78.5. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരു 0.5 കൊടുത്തു. അല്ലെങ്കിൽ 82 + 78 എത്രയാ? 82 + 78 90 160 161. അപ്പോൾ അവർക്ക് 161 ഇവിടുന്ന് പോകുന്നുണ്ട്. 161 ഇവിടുന്ന് പോകുന്നുണ്ട്. അതൊന്നും ഇവിടെ എഴുതാൻ നിൽക്കണ്ട. 161 പോയി. ലെഫ്റ്റ് ദ ഗ്രൂപ്പ് ആൻഡ് എ ന്യൂ ടോട്ടൽ വരുന്നത് 161 kilograms. അതൊക്കെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ലെഫ്റ്റ് ദ ഗ്രൂപ്പ് ആൻഡ് എ ന്യൂ പേഴ്സൺ ഹൂസ് വെയിറ്റ് ഈസ് 162 kilogram. ജോയിൻ ഇൻ ദ ഗ്രൂപ്പ്. മക്കളെ 162 വന്നു, 161 പോയി. ടോട്ടലിൽ ആകെ 1 കിലോഗ്രാമിലാണ് മാറ്റം വരുന്നത്. പക്ഷെ 2 പേര് പോയിട്ട് ഒരാളെ വന്നിട്ടുള്ളൂ. എക്സ് ഇല്ല, x-1 ആ. ഇപ്പോഴത്തെ ആവറേജ് എത്രയാണ്? 65.5 ആണ്. ഒറ്റയടിക്ക് എഴുതണം. ഒറ്റയടിക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേക്കും ഒരു 5 സെക്കൻഡിൽ ഇത് എഴുതണം. ബാക്കി 10 സെക്കൻഡ് നിങ്ങൾക്ക് കാൽക്കുലേഷനിലാണ്. അതെങ്ങനെ വേഗം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാ ചെയ്യുക? 62x ആണ്. ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 65.5x. റീഅറേഞ്ച് ചെയ്താൽ ഇവിടെ എത്ര വരും? 3.5x വരും. കാരണം എന്താ? ഇത് അങ്ങോട്ട് പോയി, ഇവൻ അങ്ങോട്ടേക്ക് പോയി. അടുത്തത് എത്ര വരും? 62. ഓക്കെ. ഇനി ഇവിടെ ഓൾറെഡി ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 65.5 ആ. ഈ 1 അങ്ങോട്ട് പോവും. 1 അങ്ങോട്ട് പോകുമ്പോൾ ഈ മൈനസ് ഇങ്ങോട്ടേക്കാ വരിക, ഇവർ അങ്ങോട്ടേക്കാ പോവുക. അപ്പം എത്ര വരും നമുക്ക്? 65.5 + 1 66.5. അങ്ങനെയാണെങ്കിൽ എനിക്ക് എക്സ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റെപ്പ് വൈസ് എഴുതുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ സ്റ്റെപ്പൊക്കെ പരമാവധി നമ്മൾ അവോയ്ഡ് ചെയ്യും. എനിക്കിതിന് 665/35 എന്ന് എഴുതാം. 665/35. എത്ര വട്ടം പോവും? 35. ഇവിടെ 1. 70ലേക്കുള്ള ദൂരമല്ലല്ലോ. അപ്പം എത്ര വരും നമുക്ക്? 70ലേക്ക് 4 കുറവുണ്ട്. അപ്പോൾ 31. 350 ആണ്. 350 അല്ലേ വരിക? അപ്പം എത്രയാ? 19 വട്ടം. 35 വട്ടം. 35 × 9. 30 × 9 270. 270 + 45 315. കറക്റ്റാണ്. ആൻസർ എത്രയാ? ഓപ്ഷൻ ഡി 19. ക്ലിയർ അല്ലേ? അതല്ലാതെ നിങ്ങൾ 62x പ്ലസ് ഈ 2 വാല്യൂസും ആഡ് ചെയ്ത് മറ്റേ വാല്യൂ ആഡ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്പിൾ ചെയ്തൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കവിടെ നഷ്ടപ്പെടുന്ന ടൈമാണ്. ഒരു 5 സെക്കൻഡ് ക്വസ്റ്റ്യൻ വായിച്ച് ഈ കാര്യം എഴുതാനും അതിൻ്റെ കാൽക്കുലേഷൻ ഒരു 10 സെക്കൻഡ് 15-20 സെക്കൻഡിനുള്ളിൽ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ അല്ലേ ഞാൻ ഈ പറഞ്ഞത്? വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രിലിംസ് എല്ലാ കാര്യങ്ങളും ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആൻസർ 19 ആണ്. കാൽക്കുലേഷൻ സ്പീഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ വളരെ രീതിയിൽ ഞാൻ മൈൻഡിലാണ് കാൽക്കുലേറ്റ് ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ മൈൻഡ് കാൽക്കുലേഷൻ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് അസ്ത്ര ഫോർ ബാങ്ക് എക്സാംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. അതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ നമ്പറിലേക്ക് നിങ്ങളോട് സ്ക്രോൾ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി എന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഓക്കെ, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാവുന്നുണ്ട്, മെയിൻസ് കയറുന്നില്ല, അതേപോലെയുള്ള ആൾക്കാർക്ക് മെയിൻസിന് വേണ്ടിയുള്ള കോച്ചിങ് മാത്രം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അതിനുള്ള കോച്ചിങ്ങും അതേപോലെ തന്നെ GD ഇൻ്റർവ്യൂവിൻ്റെ കോച്ചിങ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ബാങ്ക് SSC എക്സാമിന് ഒരു ബാച്ച് ഉണ്ട്. ആ ബാച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾ വേറൊരു വർക്കിനും പോവാതെ വീട്ടിലിരുന്ന് ഫുൾ ടൈം നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകളാണ്. അവർക്കാണ് ഈ ബാച്ച് ഏറ്റവും ബെനിഫിറ്റ്. കാരണം നമുക്ക് അവർക്ക് ക്ലാസ്സുകൾ കൂടാതെ എക്സ്ട്രാ വർക്കുകൾ, ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ, അതേപോലെ തന്നെ ഡെയിലി ക്വിസുകൾ, അതേപോലെ ഡ്യുവൽ മെൻറ്റർഷിപ്പ് ഇതെല്ലാം അവൈലബിൾ ആണ്. അവർക്ക് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അവർക്ക് മിനിമം ടൈമിൽ മാക്സിമം
എന്ത് ചെയ്യാൻ പറ്റും, എഫേർട്ട് ഇട്ടിട്ട് അവർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടിലേക്ക് എത്താൻ പറ്റും. കാരണം അവർക്ക് പഠിക്കാനായിട്ട് ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസിനേക്കാൾ കൂടുതൽ ടൈം ഉണ്ട്. അപ്പോൾ അവർക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ബാച്ചിനെ കുറിച്ച് അറിയുന്നതിനും എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ, സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ട്, 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യുക. അതുകൂടാതെ നമ്മളുടെ ബാങ്ക് എക്സാമിനായിട്ടുള്ള പ്രിലിംസിൻ്റെ കോച്ചിങ്, മെയിൻസിൻ്റെ കോച്ചിങ്, ഇൻ്റർവ്യൂ കോച്ചിങ്, അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിൻ്റെ കോച്ചിങ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബാച്ചുകളും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, നിങ്ങൾ ഒരു പാരൻ്റ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് റെക്കോർഡ് സെക്ഷൻസ് അവൈലബിൾ ആണ്. ഹൈ ക്വാളിറ്റി മോക്ക് ടെസ്റ്റുകൾ, മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് നമ്മളുടെ ബാച്ചിൽ. ഓക്കെ, അപ്പോൾ ഇത്ര കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. നമ്മളുടെ എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്, ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ രീതിയിൽ മാറിയിട്ടുണ്ട്. നിങ്ങൾ പഴയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്കിനി ജോലി കിട്ടില്ല. നമ്മൾ നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ട് പഠിക്കണം, നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കണം. എന്നാൽ മാത്രമാണ് 50,000-ലേറെ വേക്കൻസീസ് ആണ് ഈ വട്ടം ബാങ്കിങ് മേഖലയിൽ വരാൻ പോകുന്നതെന്ന് ഓൾറെഡി കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് എക്സാംസ് ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇതിലേക്കെല്ലാം നമ്മൾ കയറണമെങ്കിൽ കോമ്പറ്റീഷൻ കൂടും. ആ കോമ്പറ്റീഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം, നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ, ജോലി കിട്ടാൻ ആവശ്യം എക്സാം എങ്ങനെയാണോ ചോദിക്കുന്നത് അതിനാവശ്യമുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. റിസൾട്ട് ഓറിയൻറ്റഡ് സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ടുകൾ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ നമ്പർ ഉണ്ടല്ലോ, 7736122215 എന്നുള്ള നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് തരും. അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ട്, ഒരു ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ടുകൾ കാര്യങ്ങൾ അത് ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. ഇനിയും പഠിച്ചു തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരുന്ന് പഠിച്ചോ, ഈ വർഷം നിങ്ങളുടേതാവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.